ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മൺചിരാത് വെച്ചിട്ടുള്ള കുറച്ചധികം ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. നിങ്ങൾ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല ഈ വിളക്ക് വെച്ച് ഇതുപോലെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് കാർഡ്ബോർഡ് ബോക്സ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഞാനൊന്ന് കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് മൺചിരാത് രണ്ടെണ്ണം ഈ രീതിയിലൊന്ന് ഒട്ടിച്ചും കൂടെ വെച്ചിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ ചൂടുള്ള പാത്രങ്ങളൊക്കെ നമ്മൾ കിച്ചണിൽ പെട്ടെന്ന് എടുത്ത് വെക്കാനൊക്കെ റിംഗ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചധികം പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വലിച്ചെറിയാൻ വെച്ചിട്ടുള്ള ഇതുപോലുള്ള മൺചിരാതൊക്കെ ഉണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നതാണ്. ഞാനിപ്പോൾ രണ്ടെണ്ണമാണ് ഒട്ടിച്ച് കാണിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് 1, 2, 3 ഒക്കെ ഒട്ടിച്ചിട്ട് നല്ല കംഫർട്ടബിളായിട്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മൾ ഇതുപോലുള്ള മത്തിയൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് നല്ല ചെതുമ്പലുള്ളതായിരിക്കും. നല്ല നെയ്യുള്ള മത്തിയൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്കറിയാം, നമ്മൾ കത്തി കൊണ്ട് ക്ലീൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഫ്ലഷൊക്കെ ഇളകി വരുന്നതാണ്. എന്നാൽ ഈ രീതിയിലൊരു മൺവിളക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ സൈഡ് ഉപയോഗിച്ച് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. എന്നിട്ട് അതിൻ്റെ ചിറകും തലയും ഒന്ന് കത്തി വെച്ച് റിമൂവ് ആക്കിയാൽ മാത്രം മതിയാവും. നമ്മൾ ദേഹത്തൊന്നും തെറിക്കുകയില്ല. വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു ഷാർപ്പുമായിട്ടുള്ള എഡ്ജ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ലൈവായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടല്ലോ. അതുപോലെ നമ്മൾ മീനൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഇതുപോലെ ചെകിള ഭാഗത്തൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് നല്ല ബ്ലഡ് വരുന്നതാണ്. അങ്ങനെയാണെങ്കിൽ അത് നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനാണ് എന്നാണ് അർത്ഥം. അപ്പോൾ നിങ്ങൾ മീൻ വാങ്ങിക്കുന്ന സമയത്ത് ആ രീതിയിലൊന്ന് ചെക്ക് ചെയ്തിട്ട് വാങ്ങിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ മൺചിരാത് ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കണേ. ഇതിൻ്റെ ചെതുമ്പലൊക്കെ ഈ ഒരു വിളക്കിൻ്റെ ഉള്ളിലായിട്ടായിട്ട് വരുന്നതുകൊണ്ട് തന്നെ എവിടേക്കും തെറിക്കൊന്നും തന്നെ ഇല്ല. നിങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് മത്തിയൊക്കെ ക്ലീൻ ചെയ്തെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ കത്തി കൊണ്ടൊക്കെ ആണെങ്കിൽ നമ്മുടെ ദേഹത്തൊക്കെ തെറിക്കില്ലേ. പക്ഷേ ഈ രീതിയിൽ നിങ്ങളൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരു തുള്ളി പോലും നമ്മളുടെ ശരീരത്തിലോ സിങ്കിലോ ഒന്നും തന്നെ ആവുന്നതല്ല. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മൾ സന്ധ്യാസമയത്തൊക്കെ ഇതുപോലെ കുറച്ച് ഉണങ്ങിയ പൂക്കളും ഗ്രാമ്പു, പട്ട, കർപ്പൂരം, ബേലീഫ് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഉണക്കി പൊടിച്ച് കുറച്ച് നെയ്യും കൂടെ മിക്സ് ആക്കിയതിന് ശേഷം ഇതുപോലൊരു മൺചിരാതിൽ വെച്ചിട്ട് നമ്മൾ കത്തിച്ച് കൊടുക്കുകയാണെങ്കിൽ സന്ധ്യാസമയത്ത് വരുന്ന പാറ്റ, കൊതുക്, പല്ലി ഒക്കെ നമുക്ക് വീട്ടിൽ നിന്നും ഓടിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. മാത്രമല്ല നമ്മളിതിൽ പന്നീർ റോസൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ നല്ലൊരു സ്മെല്ലായിരിക്കും വീട്ടിൽ മുഴുവനായിട്ട്. നല്ലൊരു പോസിറ്റീവ് എനർജിയും കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നത് തന്നെയായിരിക്കും. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മളെല്ലാവരും ഇതുപോലുള്ള സ്ലൈസർ, കത്തികളൊക്കെ യൂസ് ചെയ്യുന്നവരായിരിക്കും. കുറച്ചധികം ദിവസം നമ്മളത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാകും അതിൻ്റെ ഷാർപ്നെസ് ഒക്കെ കുറഞ്ഞു പോകുന്നതായിട്ട്. എന്നാൽ ഈ ഒരു മൺചിരാത് ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഇതുപോലൊന്ന് ഒഴിച്ചു കൊടുത്താൽ തന്നെ നമുക്ക് നല്ല ഷാർപ്പായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കാത്ത ഇതുപോലുള്ള സ്ലൈസറോ കത്തികളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് ഈ രീതിയിൽ ഷാർപ്പാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇതിന് വേണ്ടിയിട്ട് പുതിയ മൺചിരാത് വേണമെന്നൊന്നുമില്ല. ഇതുപോലെ ജസ്റ്റ് ഒരു പഴയ ചിരാതാണെങ്കിൽ നമുക്ക് ഈ രീതിയിൽ യൂസ് ചെയ്ത് നോക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒട്ടും ഷാർപ്പില്ലാത്തൊരു നൈഫാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് മൺചിരാത് വെച്ചിട്ട് ഉരച്ചെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ കാണുന്നുണ്ടാവും നന്നായിട്ട് ഷാർപ്പായി വരുന്നുണ്ട്. ഇനി കത്തി മുറിച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് അരമോ അതുപോലെ തന്നെ നമ്മളുടെ സെറാമിക് കപ്പോ ഒന്നും തന്നെ വേണ്ട. ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. ഇപ്പം നല്ല മഴക്കാലമാണല്ലേ. അപ്പോൾ കുറച്ചധികം ഉപ്പൊക്കെ വാങ്ങിച്ച് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലൊരു മൺചിരാത് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒട്ടും നനവില്ലാതെ ലാസ്റ്റ് വരെ നമ്മളുടെ ഉപ്പ് നല്ല ഫ്രഷ് ആയിട്ടും ഡ്രൈ ആയിട്ടും ഇരിക്കുന്നതാണ്. അതുപോലെ തന്നെ വിളക്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് അറിയുന്നത് പോലെ തന്നെ തേച്ച് കൊടുക്കുന്നത്. സേവനാഴിയുടെ എല്ലാ ഭാഗത്തും ഞാൻ ഈ രീതിയിൽ സൊല്യൂഷൻ തേച്ച് കൊടുക്കുന്നുണ്ട്. യാതൊരു കെമിക്കൽസ് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ വിളക്കൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ കളറും ഒക്കെ മങ്ങിയതായിട്ട് കാണാം. എന്നാൽ വളരെ എളുപ്പത്തിൽ ഈ ഒരു സൊല്യൂഷൻ മാത്രം ഉപയോഗിച്ച് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നെ കാണുന്നത് തേച്ച് കൊടുക്കുന്ന സമയത്ത് തിളക്കമാ തേക്കുന്ന ഭാഗത്തൊക്കെ വരുന്നില്ല.
ഇതുപോലൊന്ന് എല്ലായിടത്തും ഒന്ന് അപ്പോൾ യാതൊരു തേച്ച് കെമിക്കൽസും ഇല്ലാതെ വളരെ കൊടുക്കുന്നുണ്ട്. എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് സെവനാരി ക്ലീൻ ഒളിപ്പിക്കാൻ ചെയ്യുന്ന വേണ്ടി പറ്റുന്നതാണ്. വേറൊരു ടിപ്പ് അപ്പോൾ ഈ ഞാൻ വിളക്കിൽ ഓൾറെഡി വന്നിട്ടുള്ള കറകളൊക്കെ അപ്ലോഡ് പിടിച്ചിട്ടുണ്ട്. അതൊക്കെ ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് പോയി കിട്ടുന്നുണ്ട്. അതും വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് അപ്പോൾ തന്നെയാണ്. സെവനാരിയിലും വിളക്കിലൊക്കെ അപ്പോൾ നന്നായിട്ട് അതും ഇതൊന്ന് തേച്ച് എല്ലാവരും പിടിച്ചതിന് ഒന്ന് ശേഷം ഒരു 5-10 മിനിറ്റ് കണ്ടിട്ടില്ലെങ്കിൽ നമുക്ക് ഒന്ന് റെസ്റ്റ് ട്രൈ ചെയ്യാൻ വേണ്ടി ചെയ്ത് വെക്കാം. നോക്കുക എന്നിട്ട് കഴുകി കേട്ടോ. കളയാമെങ്കിൽ നന്നായിട്ട് നിങ്ങളടുത്ത് നമുക്ക് മണ്ണിൻ്റെ പുതിയതായിട്ട് വിളക്ക് തിളങ്ങുന്നതായിട്ട് പൊട്ടിയതില്ലെങ്കിൽ ലൈവായിട്ട് അതിന് കാണാൻ വേണ്ടി പകരമായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലുള്ള കറിയും അതുപോലെ തന്നെ ചെരുവൊക്കെ പിടിച്ചിട്ടുള്ള ചെമ്മിൻ്റെ പാത്രങ്ങളുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് നിങ്ങൾ ചെയ്ത് അപ്പോൾ നോക്കുകയാണെങ്കിൽ എല്ലാം ഈ കിട്ടുന്ന റിസൾട്ട് തന്നെയായിരിക്കും രീതിയിലൊന്ന് ഞാൻ നിങ്ങൾക്ക് കിട്ടുന്നത്. തേച്ച് അപ്പോൾ നിങ്ങളുടെ ഇതുപോലെ പൊട്ടിയ കൊടുക്കുന്നുണ്ട്. മൺചിരാതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിച്ചെറിഞ്ഞ് വേണമെങ്കിൽ കുറച്ചൊരു കുറച്ച് എയർലൈറ്റ് നാരങ്ങ കണ്ടെയ്നറിൽ നീരോ ഇട്ടുകഴിഞ്ഞാൽ ഇതുപോലുള്ള വിനീഗറോ ക്ലീനിങ്ങൊക്കെ ചേർത്ത് നമുക്ക് കൊടുക്കുക. യൂസ് ചെയ്യാൻ വേണ്ടി ഞാനിപ്പോൾ പറ്റുന്നതാണ്. ചേർത്ത് അപ്പോൾ ഞാൻ 2 മിനിറ്റ് കൊടുത്തിട്ടില്ല വെള്ളവും കേട്ടോ. സെവനായും ഒന്ന് ഇനി കഴുകിയെടുക്കുക. നമുക്ക് കാരണം നമ്മൾ നന്നായിട്ട് ദക്ഷിണാഫ്രിക്കൻ കാലത്ത് ഇതൊന്ന് ഇതുപോലെയൊക്കെയാണ് ക്ലീൻ ചെയ്തിരുന്നത്. കഴുകിയെടുക്കാം. അവർ കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്ത് ഈ ഒരു ക്ലീനിങ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വളരെ പണ്ട് കാലങ്ങളിലൊക്കെ തന്നെ നമുക്ക് ചെയ്ത് ഈ റിസൾട്ട് കിട്ടുന്ന വിളക്കിലുള്ള രീതിയിൽ തന്നെയാണ്. എണ്ണക്കറയും നമ്മുടെ കയ്യിൽ കരിയും യാതൊരു ദോഷഫലങ്ങളും കാര്യങ്ങളൊക്കെ ഒന്നും ഉണ്ടാവുന്നില്ല. നന്നായിട്ട് നമ്മുടെ ക്ലീൻ ആയി വിളക്ക് വന്നിട്ടുണ്ട്. യാതൊരു സൈഡ് എഫക്റ്റും തന്നെ ഉണ്ടാവുന്നില്ല. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മുടെ വിളക്കും സേവനായും പുതിയതായിട്ട് നമുക്ക് കടയിൽ നിന്ന് എങ്ങനെയാണോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ആ രീതിയിലായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഈ രീതിയിൽ നിങ്ങൾ ആൾക്ക് പിടിച്ചിട്ടുള്ള ചെമ്പുപാത്രങ്ങളും അതുപോലെ വിളക്കുണ്ടെങ്കിലും ക്ലീൻ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ശരിക്കും ഷോക്കാവുന്ന റിസൾട്ട് തന്നെയായിരിക്കും കിട്ടുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് റിസൾട്ട് വീഡിയോ ഒന്ന് ഫീഡ്ബാക്ക് ആയിട്ട് അയക്കാൻ കൂടെ മറന്നു പോകരുത്. നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പേപ്പറിന്റെ കഷ്ണം ഇതുപോലൊന്ന് റെക്റ്റാങ്കിൾ ഷേപ്പിലൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു കമ്പി വെച്ചിട്ട് ഈ രീതിയിലൊന്ന് പേപ്പർ റോൾ ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ഏകദേശം ഒരു 2 റോളാണ് കേട്ടോ നമുക്ക് വേണ്ടത്. എന്നിട്ട് റോളാക്കിയതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഒരു കമ്പി വെച്ചിട്ട് നമുക്ക് ഈ രീതിയിലൊന്ന് മൺചിരാതിൽ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. പഴയ മൺവിളക്കൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വലിച്ചെറിഞ്ഞ് കളയേണ്ട കേട്ടോ. ഈ രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം നമുക്കൊരു അരയന്നത്തിൻ്റെ ഷേപ്പിലായി കിട്ടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ ചുണ്ടിന് വേണ്ടിയിട്ട് ഞാനിവിടെ കോൺ ഷേപ്പിലൊരു പേപ്പർ ഉണ്ടാക്കിയിട്ട് അതും ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ ഞാൻ ഇതൊന്ന് പെയിൻറ്റ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. നമ്മൾ ഉള്ളിൽ കമ്പി വെച്ച് കൊടുക്കുന്ന സമയത്താണ് കേട്ടോ നമുക്ക് ഇതുപോലെ നന്നായിട്ട് വളച്ചെടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് പേപ്പർ മാത്രമാകുമ്പോൾ ശരിക്കും അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. അപ്പം ഞാൻ രണ്ടിലും ഈ രീതിയിലൊന്ന് വൈറ്റ് കളർ പെയിൻറ്റ് അടിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ ചുണ്ടുഭാഗത്തായിട്ട് കോൺ ഷേപ്പിൽ ഒരു പേപ്പർ മടക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്ത് റെഡ് കളറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് വാലൊക്കെ സെറ്റ് ചെയ്താൽ നമുക്ക് ഷോ പീസായിട്ട് വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ കുറച്ച് കംഫർട്ടും ബേക്കിംഗ് സോഡയും മിക്സ് ചെയ്ത് നമുക്ക് പിന്നെ വീട്ടിൻ്റെ ഉള്ളിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ലും കാണാനും നല്ല ഭംഗിയായിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അതുപോലുള്ള മൺചിരാതൊക്കെ നമ്മൾ ദീപമൊക്കെ കത്തിക്കാറുണ്ട്. അങ്ങനെ കത്തിക്കുന്ന സമയത്ത് നമ്മുടെ വീടിൻ്റെ ഉള്ളിലൊക്കെ നല്ല എണ്ണയാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പുതിയതായിട്ട് നമ്മൾ മൺവിളക്ക് വാങ്ങിച്ച് വരുമ്പോൾ തന്നെ നന്നായിട്ട് ഒരു ദിവസം വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ള ഒരു ക്ലോത്ത് ഉപയോഗിച്ച് തുടച്ച് വെയിലിൽ കുറച്ച് സമയം വെച്ച് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഏകദേശം നമ്മളുടെ വിളക്കിൽ കുറേ സമയം എണ്ണ നിന്ന് കത്തൂട്ടോ. അപ്പോൾ ഞാൻ എല്ലാം ഈ രീതിയിലൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് പൗഡർ ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഈ രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് എണ്ണ കുറേ സമയം എണ്ണ പുറത്തേക്ക് പോകാതെ കുറേ സമയം നിന്ന് കത്തൂട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് പുതിയ പൗഡറൊന്നും എടുക്കേണ്ട. ടാൽക്കം പൗഡർ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ളത് എടുത്താലും മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് ആ പൗഡർ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം അടുത്ത ടിപ്പ് ഞാൻ ഇവിടെ കാണിച്ചു തരുന്നത് ഈ ഒരു മൺചിരാതിൻ്റെ അടിയിലായിട്ട് ഇതുപോലെ നമുക്ക് പെയിൻറ്റോ അല്ലെങ്കിൽ നെയിൽ പോളിഷ് അടിച്ചു കൊടുത്താലും ലീക്കാവുന്നത് നമുക്ക് തടയാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ എല്ലാത്തിലും ഞാൻ ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്ത് ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് പൈസക്ക് മുടക്കൊന്നുമില്ലാതെ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റിയ ടിപ്പല്ല. എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മൾ വിളക്ക് കുറച്ചധികം വാങ്ങുമ്പോൾ തന്നെ ഈ രീതിയിൽ അങ്ങ് ചെയ്ത് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് എടുത്ത് യൂസ് ചെയ്യാനും എളുപ്പമായിരിക്കും. അപ്പോൾ അടുത്തതായിട്ട് എണ്ണ ലീക്കാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് ഞാൻ പറയുന്നത്. ഇതുപോലെ നല്ല കട്ടിയുള്ള കാർഡ്ബോർഡ് പീസ് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ വിളക്ക് വെച്ച് കൊടുത്ത് കത്തിച്ചെടുക്കുകയാണെങ്കിലും എണ്ണ ഒന്നും ലീക്കാവില്ല. നമ്മുടെ വീട്ടിനുള്ളിലൊന്നും ആവില്ല. കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കർപ്പൂരാണ്. കർപ്പൂരം എന്തിനാണ് ഇട്ട് കൊടുക്കുന്നത് വെച്ചാൽ എത്ര തന്നെ കാറ്റടിച്ചാലും നമ്മുടെ വിളക്ക് നന്നായിട്ട് ഇതിന് കുറേ സമയം കത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ അതുപോലെ തന്നെ കത്തുന്ന സമയത്ത് നമ്മൾ കൈ വെച്ചിട്ട് ഇതുപോലെ നീക്കി കൊടുക്കരുത്. ഈ രീതിയിൽ ഒരു കമ്പിയോ യൂസ് ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ നമ്മളെല്ലാവരും റേഷൻ അരി വാങ്ങിച്ച് യൂസ് ചെയ്യുന്നവരായിരിക്കും. നിങ്ങൾക്കറിയാം റേഷന് നമ്മളെ കടകളിൽ നിന്ന് വാങ്ങുന്ന അരിയേക്കാളും കുറച്ചും കൂടെ നന്നായിട്ട് വേവുള്ളതായിരിക്കും. അപ്പോൾ പെട്ടെന്ന് വേവിക്കാനുള്ള കുറേയധികം ടിപ്സ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഞാനിവിടെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാൻ റേഷൻ അരിയിലേക്ക് നന്നായിട്ട് ചൂടായിട്ടുള്ള വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകി എടുക്കുന്നുണ്ട്. ഏത് അരിയാണെങ്കിലും കുറച്ച് സമയം വെള്ളം ഒഴിച്ച് സോക്ക് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ കഴുകിയെടുക്കുക. അപ്പോൾ അതിലുള്ള അഴുക്കൊക്കെ നന്നായിട്ട് കുതിർന്നിട്ട് നമുക്ക് നല്ല ക്ലീൻ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അരിയൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് ഈ അരി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഈ രീതിയിൽ വെള്ളം തിളപ്പിച്ചിട്ട് നമ്മൾ അരി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആ അരി വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുന്നത്.
അപ്പോൾ ഞാൻ എല്ലാ അരിയും ഈ രീതിയിലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. കല്ലുണ്ടെങ്കിൽ ഇതുപോലുള്ള പാത്രത്തിലൊക്കെ വെച്ചിട്ട് നമ്മൾ അരിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കല്ലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ പാത്രത്തിൽ തന്നെയാണ് എപ്പോഴും അരി കഴുകി എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും അരിയും ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതിയാവും. അതുവരെ മാത്രം നമുക്ക് ഗ്യാസ് ആയാലും ഇൻഡക്ഷൻ ആയാലും ചിലവാക്കേണ്ട ആവശ്യം വരുള്ളൂ. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഞാൻ കുറച്ച് വെള്ളം കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അത് ഈ അരി തിളക്കുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് ചൂടായി വരും. അപ്പോൾ നമുക്ക് കുടിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് ചൂടുവെള്ളം വേണമെങ്കിലൊക്കെ എടുത്ത് വെക്കാവുന്നതാണ്. ഗ്യാസും സമയവും ഒക്കെ നമുക്ക് ലാഭിക്കാൻ വേണ്ടിയിട്ടുള്ള അടിപൊളി ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ഇതും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മളുടെ ചോറൊരു 50% വെന്താൽ മാത്രം മതിയാവും. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് മൺചിരാത് ഇട്ട് കൊടുത്തിട്ട് അടുപ്പ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ടൊരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നോക്കുമ്പോൾ നമ്മുടെ ചോറ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടാവും. പ്രത്യേകം ശ്രദ്ധിക്കുക, മൺചിരാത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് പുതിയത് തന്നെ ഇട്ട് കൊടുക്കുക. പഴയത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ. നിങ്ങൾക്കറിയാം, നമ്മൾ മൺപാത്രത്തിലേക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതിയാവും. ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ എന്ത് ഫുഡ് പെട്ടെന്ന് നമുക്ക് മൺപാത്രങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അതുപോലെ തന്നെയാണ് ഞാനിത് ഈ മൺചിരാത് ഈ ചോറിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ആ ഹീറ്റ് അതിൻ്റെ ഉള്ളിൽ കുറേ സമയം തങ്ങി നിർത്തുന്നതാണ്. അതുമൂലം നമുക്ക് ചോറ് നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും. മൺപാത്രത്തിൽ ഉണ്ടാക്കിയതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും കിട്ടുന്നതാണ്. നല്ല ഹെൽത്തിയുമായിരിക്കും. അപ്പം ഞാൻ ഈ മൺചിരാത് ചോറ് വെന്തിട്ടും എടുത്ത് കളയുന്നില്ല കേട്ടോ. ആ മൺചിരാതോട് കൂടെ തന്നെയാണ് ഞാൻ ചോറ് വാർത്തെടുക്കുന്നത്. അപ്പോൾ ചോറ് വെന്തതിന് ശേഷം നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഞാനൊന്ന് വാർത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിൽ ഗ്യാസ് ഒന്നും ചിലവാക്കാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചോറുണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. മാത്രമല്ല, നമ്മൾ കടകളിൽ നിന്നൊക്കെ പോയി കുടിക്കുന്ന തന്തൂരി ചായ നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. വീഡിയോ കുറച്ച് ലെങ്തി ആയതുകൊണ്ട് അതും കൂടെ ഞാൻ ഇതിൽ കാണിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ വീഡിയോ വേണം എന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്താൽ മാത്രം മതിയാവും കേട്ടോ. ഇത് മാത്രമല്ല, മൺചിരാത് വെച്ചിട്ടുള്ള കുറച്ചധികം ടിപ്സ് ഇനിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മളുടെ ചോറ് നന്നായിട്ട് ഈ രീതിയിലൊന്ന് വാർത്തെടുത്തതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കുമ്പോൾ നന്നായിട്ട് നമുക്കിവിടെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ മണിയായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വിളക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം, അല്ലെങ്കിൽ ഇതിൽ തന്നെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുറേ സമയം നമുക്ക് ചോറ് ചൂടോടുകൂടെ തന്നെ ഉണ്ടാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.